ഇങ്ങനെ 4 കൂട്ടർ കൂടുന്നതിന് ഏറ്റവും കണ്ണിക്കടി ഉണ്ടായത് ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാർക്കാണ്. വഹാബികൾ മൗദൂദികളൊക്കെ ഇതിന് വേണ്ടി കുറേ കുതന്ത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിൽ ഈ ഐക്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം വേദനിച്ചവർ അവരാണ്. അതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഐക്യപ്പെടണം തോന്നാണ്. അക്കൂട്ടരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സുന്നി സംഘടനകൾ ഉണ്ടാക്കിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ ദക്ഷിണ തുടങ്ങിയ സംഘടനകളൊക്കെ ഉണ്ടാക്കിയത് ബിദഈ പ്രസ്ഥാനക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. 1920 ശേഷമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അത് വഹാബികൾ കൊണ്ടുവന്നതാണ്. കെ എം മൗലവിയാണ് കൊണ്ടുവന്നത്. അറിയാലോ കെ എം മൗലവിയെ? അറിയാത്തവർക്ക് ഈ കാലത്ത് പുതുതായിട്ട് അറിയിക്കുന്ന പല സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കെ എം മൗലവി കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം. അത് വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത പോലെയുള്ള സംഘടനകൾ ഉണ്ടായത്. നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കുക എന്നുള്ള വിഷയത്തിൽ ഒന്നിക്കേണ്ടവരാണ് നമ്മൾ. ഒന്നിക്കണം, നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ ഭിന്നിപ്പൊന്നുമില്ല. സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണത്. അതൊക്കെ പുറത്തുകൊണ്ട് നമുക്കെന്താക്കണം, മുന്നോട്ട് പോകണം. ബിദഈ പ്രസ്ഥാനക്കാരെ അടിച്ചമർത്തണം. 1940-കളിലുണ്ടായ വേറൊരു ജന്തുവാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നമുക്കറിയാം. ഫിത്നയാണ്, എല്ലായിടത്തും ഫിത്നയാണ്. അവരേതായാലും ഇല്ല, നാം മറ്റുള്ളവരും വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരും പ്രവർത്തനമാണ് ഒരു പ്രവർത്തനം. അവരൊക്കെ ഒരു മീഡിയ ഒക്കെ ഉണ്ട്, ഒരു പത്രമുണ്ട്. അത് ഇവിടെ വരുത്തുന്ന നാശം വലിയ നാശ. ഈ സമ്മേളനത്തെക്കുറിച്ച് തന്നെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? വളരെ മോശമായ രീതിയിലാണ് അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനതൊന്നും പറയണ്ട, എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട 2 വിഭാഗം ആൾക്കാരാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട 2 വിഭാഗം ആൾക്കാരാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും. അത് രണ്ടും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൊണ്ട് പ്രവർത്തിക്കണം. എങ്കിൽ ഈ കേരള അന്തരീക്ഷം വളരെ ശുദ്ധമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ബദരീങ്ങളെ ഒരൊറ്റ വിളിയുള്ളൂ. നെഞ്ഞത്തൊന്ന് കൈ വെച്ചുകൊണ്ട് ബദരീങ്ങളെ ഞാൻ കുഴങ്ങിയല്ലോ. പെട്ടെന്ന് എന്തോ ഒരു വഴി അവിടെ വരികയും സലാമത്താവും ചെയ്യും. ബദരീങ്ങളെ ഒരൊറ്റ വിളിയുള്ളൂ. നെഞ്ഞത്തൊന്ന് കൈ വെച്ചുകൊണ്ട് ബദരീങ്ങളെ ഞാൻ കുഴങ്ങിയല്ലോ. പെട്ടെന്ന് എന്തോ ഒരു വഴി അവിടെ വരികയും സലാമത്താവും ചെയ്യും. ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ അതൊരു വലിമത്തരാവും, ഞാനത് പറയുന്നില്ല. ധാരാളം ആളുകൾ രക്ഷപ്പെട്ട അനുഭവങ്ങൾ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോ നമ്മൾ ആവുന്ന അത്ര അസ്മാഉൽ ബദറൂദ. അതാണ് മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞത്. നിങ്ങൾ നല്ല മനസ്സോടെ ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരിങ്ങള ഹാദിറുണ്ട് വിടത്തിലും തന്മൂർ അത് പോൽക്ഷണം ഹാസില. ആ വാചകത്തിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ. നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരിങ്ങള ഹാദിറുണ്ട് വിടത്തിലും തന്മൂർ അത് പോൽക്ഷണം ഹാസില. ഉള്ളുറപ്പിൽ ഒരുത്തൻ കോനിൽ ബിഹക്കിഹിം ദുഅത്തെടുകിൽ വിരുത്തമേത് ഫുശുത്തിലാകിലും കിട്ടും ഉത്തരം അജിലായി. നിങ്ങൾ എവിടെ ഇരുന്നിട്ട് ബദരീങ്ങൾ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഉള്ളുറപ്പുണ്ടായി കിട്ടും എന്നതിന്റെ അർത്ഥം. നമ്മളെ വൈലത്തൂർ തങ്ങൾ എന്ന് പറഞ്ഞ അവരുമായിട്ട് അഭേദ്യമായ ബന്ധമായിരുന്നു. മരിക്കുന്ന ആ ദിവസം ഓരോ മധു പ്രസംഗിച്ച് പുരേ പോയി. അങ്ങനെ അസുഖം വന്നപ്പോ പുരേന്ന് സിയം വലിയുള്ള എന്ന് പറഞ്ഞാ മരിച്ചത്. ആ സമയത്ത് പെണ്ണുങ്ങൾ ചോദിച്ചാൽ അള്ളാഹ് എന്ന് പറയും. സിയം വലിയുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വലിയ എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹനല്ലേ പറയുന്നത്. അങ്ങനെ പറഞ്ഞു ഈ മജ്‌ലിസ് ഏറ്റെടുക്കണേ തങ്ങളെ, സ്വീകരിക്കണേ തങ്ങളെ, കബൂൽ ചെയ്യണേ തങ്ങളെ, ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ തങ്ങളെ, തങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ.
സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ്, ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമ. ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഖവാത്തിറൊക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോൾ അപ്പോൾ ഓർക്കൽ ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമാനെ മനസ്സുകൊണ്ട് ഓർത്താൽ ആ ഖവാത്തിറകളൊക്കെ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. എല്ലാ ദിവസവും മൂപ്പർക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഇബ്ലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ ആ സമയത്ത് ശംസുൽ ഉലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഖവാത്തിറൊന്നും ഉണ്ടാവുകയില്ല. ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യൽ. ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ. എന്നെ മൊഹീദ്ദീൻ പറഞ്ഞത് വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വാ ഇവിടെ ഉത്തരം ചെയ്യും ഞാനെന്ന്. അത് നമ്മൾ ആ റേഞ്ചിലാവണം. ആ റേഞ്ചിൽ നിന്ന് നമ്മൾ വിളിച്ചാൽ ഇവര് വിളി കേൾക്കും. അതൊരു ഇലാഹിയായ ഒരു റേഞ്ചാണത്. ആ റേഞ്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടായിരിക്കും അവര് ആ വിളി കേൾക്കുന്നതും ആ വിളിയുടെ വിളിക്കനുസരിച്ചുള്ളതായ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിട്ട് അവർ കൈകാര്യം ചെയ്യണം. അവര് പറഞ്ഞതാണ്. അവരെ മുഹിബ്ബീങ്ങളും അവരെ മുരീദന്മാരല്ല പറഞ്ഞത്, അവര് തന്നെ പറഞ്ഞു അന ഖുത്ബുൽ, ഞാനാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഉപ്പാപ്പ പറഞ്ഞതാ. അല്ലാഹു അവിടുത്തെ മദദ് നൽകട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്ത? ആമീൻ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടെ ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഉപ്പാപ്പാനെ മുറുകെ പിടിച്ചോളി. ഉപ്പാപ്പ നമ്മൾ വിചാരിച്ചതുപോലെ ഉപ്പാപ്പാനെ കണ്ടവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉപ്പാപ്പാന്റെ കറാമത്തോട് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോ കുറെ ആൾക്കാര് ചിലപ്പോ പേര് ശംസുനാവും ഗഫൂർനാവും പല ആൾക്കാരാവും. എന്നിട്ട് അതിങ്ങനെ ബാഡ് കമന്റ് എഴുതിയിട്ട് സുബ്ഹാനല്ലാഹ് അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ആരെന്തോ പറഞ്ഞോ അതല്ല ഉപ്പാപ്പ, അതിനു മേലെയാണ് ഉപ്പാപ്പ. മഹാന്മാര് പറഞ്ഞതാ. നമ്മള് പറയും സുബ്ഹാനല്ലാഹ് സിയം ഒരു എന്ത് വലിയ മഹാനാ, അങ്ങനെയല്ല, അതിനു മേലെയാ. നിങ്ങൾ എന്നെ ഉപ്പാപ്പനെ പറയേ, നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാളും മുകളിലാണ്.